പണി വരുന്നുണ്ട് അവറാച്ച. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ ഒരു അന്തംകമ്മി ഡോക്ടർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവൻ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ജനശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിച്ചു. ഒരു പ്രമുഖ CPM നേതാവിൻ്റെ, കരമനയുള്ള ഒരു പ്രമുഖ CPM നേതാവിൻ്റെ അളിയനും കൂടെയാണ് ഇദ്ദേഹം. അപ്പോൾ ഉറച്ച കമ്മ്യൂണിസ്റ്റാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കൂടെ താരമാവാൻ ശ്രമിച്ചു. ഇപ്പോൾ എല്ലാ ജോലിക്കും അടിസ്ഥാന യോഗ്യതയായിട്ട് +2 ആണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ +2 പാസ്സാകാൻ പറ്റാത്തവർക്ക് 6 മാസം കൊണ്ട് +2 എഴുതി പാസ്സാവും. കേരള ഗവൺമെൻറ്റും PSC അംഗീകരിച്ചാണ്. ഒറ്റ പരീക്ഷയേ ഉള്ളൂ. ഗ്രൂപ്പ് മാറ്റി എഴുതാം. എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ലാംഗ്വേജ് പോയിട്ട് ബാക്കി എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ഇംഗ്ലീഷ് നിർബന്ധമല്ല. ഇപ്പോൾ നമ്മൾ മുൻപിട്ട ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യത്തിനോടും നമ്മൾ അക്ഷരം പ്രതി യോജിക്കുന്നു. പക്ഷേ 1960-ലെ കേരള ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റച്ചട്ടമാണ്. അതിൻ്റെ കണ്ടക്ട് റൂൾസ് ഉണ്ട്, സർവീസ് റൂൾസ് ഉണ്ട്, കണ്ടക്ട് റൂൾസ് ഉണ്ട്. ഇതൊക്കെ അനുസരിച്ചിട്ട് മാത്രമേ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് പെരുമാറാൻ സാധിക്കൂ. ഇവ വളരെ കർശനമായ നിയമങ്ങളാണ്. ഒരാളെ സർവീസിൽ നിന്ന് നീക്കാൻ പോലും ഈ നിയമത്തിൽ വ്യവസ്ഥകളുണ്ട്. അതിൻ്റെ മുന്നോടിയാണ് ഷോക്കാസ് നോട്ടീസ്. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു, എൻ്റെ ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് ഞാൻ എടുത്തിടുന്നുണ്ട്. അതിൻ്റെ ഒരു ശകലം പോർഷനും ഇവിടെ ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ്, പൗരാവകാശമുള്ള രാജ്യമാണ്, നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഗവൺമെൻറ് ജോലിയിൽ നിന്ന് രാജിവെച്ചിട്ട് അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം. പക്ഷേ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ പ്രൊട്ടക്ഷനിൽ നിന്നുകൊണ്ട് ഗവൺമെൻറ്റിനെതിരായിട്ട് സംസാരിക്കാൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ആവില്ല. അങ്ങനെ ചെയ്താൽ തന്നെ അയാൾക്കെതിരെ അച്ചടക്ക നടപടി എടുത്തേ പറ്റുള്ളൂ. അഥവാ ഈ ഒരു കേസ് ഒരു സ്പെഷ്യൽ കേസായിട്ട് എടുത്ത് അച്ചടക്ക നടപടി എടുത്തില്ലെങ്കിൽ ഇതൊരു നിയമമായിട്ട് മാറും, ഒരു കീഴ്വഴക്കമായിട്ട് മാറും. പിന്നീട് കേരളത്തിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും നാളെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് നമ്മൾ കാണേണ്ടി വരും. ഇവരെല്ലാം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓഫീസിലുള്ള എല്ലാ കാര്യങ്ങളും വെളിയിൽ വരും. ഇതൊന്നും നമുക്ക് ഒരു ഗവൺമെൻറ്റിൻ്റെ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിലല്ല. ഈ നിയമം ഉണ്ടാക്കി വച്ചേക്കുന്നത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ അവകാശം നിഷേധിക്കാൻ വേണ്ടി മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഇവിടെ സിസ്റ്റം മന്ത്രി പറഞ്ഞു സിസ്റ്റം തകരാറിലാണ്. മന്ത്രിക്കറിയാം, മന്ത്രി ഉൾപ്പെടെ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. മന്ത്രി സിസ്റ്റത്തിന് വെളിയിലല്ല. പിണറായി വിജയൻ മന്ത്രിസഭ എന്ന് പറയുമ്പോഴത്തേക്ക് ആ മന്ത്രിസഭയിൽ എല്ലാവരും പരാജയ മന്ത്രിമാരാണ്. വിജയൻ മാത്രമേ ഉള്ളൂ വിജയൻ മന്ത്രിയായിട്ടുള്ളത്. ബാക്കിയെല്ലാം പരാജയ മന്ത്രിമാരാണ്. ഏത് വകുപ്പെടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ കാണാൻ പറ്റുന്നത് അതാണ്. പ്രത്യേകിച്ച് CPM-ൻ്റെ വകുപ്പുകളിൽ ശ്രീമതി ബിന്ദു ആയാലും ശ്രീ ശിവൻകുട്ടി ആയാലും പിന്നെ വീണ മന്ത്രി ആയാലും എല്ലാം സിസ്റ്റം കംപ്ലീറ്റ് ഡാമേജ് ആയ സിസ്റ്റംസാണ്. ഈ സിസ്റ്റത്തിനെ മുഴുവൻ അടുത്ത ഇലക്ഷന് മുമ്പ് ഈ മന്ത്രിസഭ ഉടച്ചു വാർക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഞാൻ പറഞ്ഞു വന്നത്, ഈ കാര്യം നമ്മൾ നേരത്തെ പ്രവചിച്ചിരുന്നതാണ്. ആ പ്രവചിച്ചതുപോലെ തന്നെ ഇന്നലെ ഷോക്കോസ് നോട്ടീസ് കൊടുത്തു. കൂട്ടത്തിൽ ഈ ഡോക്ടർ കള്ളനാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ധ്വനി വരുന്ന ഒരു ആരോപണം കൂടെ ഉന്നയിച്ചു. അവിടെ 20 ലക്ഷം രൂപ ചിലവാക്കി MP ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഉപകരണങ്ങളുടെ ചില പാർട്ടികൾ കാണുന്നില്ലെന്ന്. അത് മനഃപൂർവ്വം ഡോക്ടർ മോഷ്ടിച്ച് വീട്ടിൽ പോയതുപോലെയാണ് പറയുന്നത്. ഞങ്ങൾ അന്വേഷിക്കുകയാണ്. എന്താ ഇത്ര ദിവസം അന്വേഷിക്കാത്ത? 2 വർഷത്തിന് മുമ്പ് കാണാതെ പോയ സാധനമാണ്. എന്തുകൊണ്ട് മന്ത്രി അന്വേഷിച്ചില്ല? അപ്പോൾ സിസ്റ്റത്തിൻ്റെ തകരാറ് എവിടെയാണ് കിടക്കുന്നത്? മന്ത്രിയുടെ ഓഫീസിലാണ് സിസ്റ്റം തകരാറായിട്ട് കിടക്കുന്നത്. അറിയാന്നുള്ള ജോലി ചെയ്യുന്നതല്ലേ വീണ മന്ത്രി നല്ലത്? ഈ ജോലി അറിയാന്നുള്ള ആർക്കെങ്കിലും വച്ചു കൊടുത്തിട്ട് അറിയാൻ പറ്റുന്ന ജോലി വീണ്ടും മൈക്ക് കൊടുത്തിട്ട് ഒരു മാധ്യമപ്രവർത്തകയായിട്ട് വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നന്ദി, നമസ്കാരം.